ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വരിശ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ ക്ലെയിം റിജക്റ്റ് ആയാൽ നമുക്ക് എങ്ങനെ അപ്പീലിന് പോകാമെന്നുള്ളത്. പല സമയത്തും ചില ക്ലെയിമുകളൊക്കെ റിജക്റ്റ് ആവാറുണ്ട്. അത് നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, നമ്മൾ കൊടുക്കുന്ന വിശദീകരണം തൃപ്തികരമായിരിക്കാത്തതുകൊണ്ടാവാം, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ നല്ല എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ക്ലെയിം ആയിട്ടായിരിക്കാം. അപ്പം നമുക്കതിന് വേണമെങ്കിൽ റിവ്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ റിവ്യൂ ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കതിന് അപ്പീൽ കൊടുക്കാൻ സാധിക്കും. വീണ്ടും അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഏത് കമ്പനിയുടെയാണോ അതിൻ്റെതായ റൂൾസും റെഗുലേഷൻസും നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. ക്ലെയിം ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ, കാര്യങ്ങൾ, എന്തൊക്കെ ഡോക്യുമെൻ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഹെൽത്ത് പ്രൊവൈഡറുമായിട്ട് ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം. നമ്മൾ വീണ്ടും അതിനൊക്കെ ഉൾപ്പെടുത്തേണ്ട എല്ലാ പേപ്പേഴ്സും വീണ്ടും കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും അതിനെ ഒന്ന് അപ്പീൽ കൊടുക്കാൻ അല്ലെങ്കിൽ ക്ലെയിം കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ റീക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ 99% ക്ലെയിമുകൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഈ കേസ് മാത്രമാണ് ചിലപ്പോൾ വല്ല എക്സ്ക്ലൂഷൻസോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമാണ് അത് റിജക്റ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ എന്തെങ്കിലും ക്ലെയിം റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണസഹിതം നമുക്കൊരു മെയിൽ വരാറുണ്ട്. ആ ഒരു മെയിൽ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡറുമായിട്ട് സംസാരിച്ച്, ഓഫീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ച്, അവിടെ വേണ്ടപ്പെട്ടവരുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം അത് ക്ലെയിം ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് വീണ്ടും അക്സെപ്റ്റ് ചെയ്ത് കിട്ടുകയും നമ്മുടെ ക്ലെയിം അപ്രൂവൽ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.